കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈശോ നാമത്തിൽ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്തിന് കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടിന് കേട് നൽകിയവനെ, ഈശോ ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനും ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴേ ഈശോ ചില സ്ഥലങ്ങളിലേക്ക് മുഴ പോലെ വന്ന് ക്യാൻസർ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലദൂരത്ത് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങളും കർത്താവ് വളരെ സങ്കടപ്പെടുന്ന അനുഭവങ്ങളുള്ളവരെ അങ്ങനെ സ്പർശിക്കണമേ ഈശോ. നടുവേദന സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോയെ. മനുഷ്യന്മാരുടെ സങ്കടകരമായ രോഗാവസ്ഥകളെ, നമ്മുടെ രോഗങ്ങളാണ് വഹിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്ത ദൈവവചനം അനുസരിച്ച് കർത്താവ് അനേകം മക്കളുടെ രോഗങ്ങൾ നീ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന ഈശോ. കക്ഷത്ത് കുരുക്കളും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ. കൈകാലുകൾ കുഴഞ്ഞ് കർത്താവെ സ്വാധീനമില്ലാതിരിക്കുന്നവരെ അടിപ്പിണർ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. നടുവേദനയുള്ളവർ കർത്താവെ, പിൻകഴുത്തിലും മുഴ പോലെ ഇരിക്കുന്നവർ കർത്താവിൻ്റെ തിരുമുറുപാട് വലത്ത് കർത്താവ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സ്പർശിക്കണേ കർത്താവെ. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ടില്ലാത്തവർ കർത്താവെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ ഈശോയെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കൾ ഈശോ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സദയം സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുണയണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാനോ തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ, അവരെ സ്വർത്തയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്ത് വിഷയമായാലും ഈശോയെ, അതിൻ്റെ മേലെല്ലാം ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിരിക്കുന്നു. സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത ദൈവജനെ അനുസ്മരിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഉടമ്പടി ജീവിതത്തെ നയിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കി നമ്മൾ
ഒരു സുവിശേഷ മുന്നേറ്റം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോന ജെയ്സൺ തൃശ്ശൂരിൽ നിന്നൊരു മോളാണ്. അവർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അൾത്താരയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അവളെ ബ്ലെസ് ചെയ്ത്, കുഞ്ഞുങ്ങളെയും. എന്തിനാണ് ബ്ലെസ് ചെയ്തതെന്നറിയാമോ? അവൾ പറഞ്ഞത്, എനിക്ക് ഉടമ്പടിയിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെന്ന്. ഉടമ്പടിയിൽ എനിക്കിനി പ്രത്യേകിച്ച് നേടാൻ ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് മരണം വരെ ഈ ഉടമ്പടി പ്രകാരം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തുടരുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളോർക്കും അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഉടമ്പടിയിൽ ഇനി സാധിക്കാൻ അവർക്ക് കാര്യങ്ങളൊന്നുമില്ല. 6 കാര്യവും സാധിച്ചു. പക്ഷെ ഞാൻ ഉടമ്പടി തുടരുകയാണ്. എന്താ? ഉടമ്പടി കാര്യങ്ങൾ സാധിക്കാനുള്ളതല്ല, മറിച്ച് കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളതാണെന്നുള്ള ബോധ്യം ദൈവം അവൾക്ക് കൊടുത്തു. കൈയടിച്ച് കർത്താവ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു, ഫ്രാൻസിലെ. ഇപ്പം ലൂർദിൽ വെച്ച് 5 ദിവസത്തെ ഉടമ്പടി ധ്യാനമാണ്. നമ്മളിവിടെ ഒരു ദിവസത്തെ ധ്യാനമല്ല നടക്കുന്നത്. അവിടെ 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് 5 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ചുണ്ട് ഉറങ്ങി. അങ്ങനെ ഒരു കൂട്ടായ്മ ധ്യാനമാണ്. സിസ്റ്റർ ഷീല തോമസാണ് അത് ലീഡ് ചെയ്തത്, ഞങ്ങളെ സംഘടിപ്പിച്ചത്, എന്നെ വിളിച്ചതും ഈ ഉടമ്പടി ധ്യാനം നടത്താൻ വേണ്ടിയുള്ള ലൂർദിൽ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോയിൽ കുർബാന ചൊല്ലി, അവിടെ ജപമാല ചൊല്ലി, അതിൻ്റെ അരികിലാണ് ഈ ചാപ്പൽ നമ്മുടെ ധ്യാനം നടത്തിയത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാര്യം പകലെല്ലാം ധ്യാനവും രാത്രി ലൂർദിലെ തീർത്ഥാടനവും, അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും, പിന്നെ ലൂർദിലെ സ്നാനം, പിന്നെ കുരിശിൻ്റെ വഴി, പിന്നെ ജപമാല, തിരികെ ഏറ്റവും മനോഹരം തിരികെത്തിച്ചുള്ള രാത്രി പ്രയാണം. 9 മണിക്ക്, എല്ലാ 9 മണിക്ക് രാത്രിയിലും. അന്ന് ധ്യാനം നടത്തിയപ്പോൾ അതാണ് ഞാൻ ചിരിക്കാൻ കാരണം. ഞാൻ ലൂർദിൽ കാലുകുത്തി വാ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ വചനം എന്താണെന്നറിയാവോ? അത് ഇതാണ് ഈ പറഞ്ഞത്. അതായത് യോഹന്നാൻ 3:34. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല, ദൈവം അളന്നല്ല, ആത്മാവിനെ കൊടുക്കുന്നത്. അതാണ് വിഷയം. അപ്പം എപ്പോഴും നമുക്കൊരു അളവുണ്ട്, 6 കാര്യങ്ങളുടെ ഒരളവുണ്ട്. അതാണ് അവർ പറഞ്ഞത്. ഞാനിത് കൊണ്ട് സ്വര പറഞ്ഞില്ലേ, ഞാനിത് കൊണ്ട് അവസാനിപ്പിക്കുക. എൻ്റെ 6 കാര്യങ്ങൾ നേടി, പക്ഷെ ഞാൻ കർത്താവിനെ നേടാൻ വേണ്ടി ഉടമ്പടി ജീവിതം തുടരുകയാണ്. എന്താ കാര്യം? ആത്മാവിൻ്റെ കാര്യത്തിൽ 6 അളവില്ല.
അത് നീണ്ടുപോവുകയാണ്. അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. അതറിയണമെങ്കിൽ നമ്മൾ എസെക്കിയേൽ 49:4-5 വചനങ്ങൾ വായിക്കും. എസെക്കിയേൽ 49 അധ്യായം 4 വാക്യം തൊട്ട് 5 വാക്യം വരെ. ശ്രുതിയുടെ ഹല്ലേലൂയ. എസെക്കിയേൽ 47 അധ്യായം 4-5 തിരുവചനങ്ങൾ. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. പിന്നെയും അവൻ അളന്നുകൊണ്ടിരിക്കുക. എന്തിനാ? വെള്ളത്തിലൂടെ നയിക്കാൻ. വെള്ളം എന്താണ്? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവം ഇങ്ങനെ ഓരോ കാലത്തിനൊപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. വായിച്ചോളൂ. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന്. മുട്ടോളം വെള്ളം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവം നമ്മളെ 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. എന്നെ പരിശുദ്ധാത്മാവിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. അതാണ് നമ്മളെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ പെരുനദിയെക്കുറിച്ച് ആ പാട്ട് പാടിക്കേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീട്ടിട്ടല്ലാതെ കടപ്പാവരുതേ. ഓ നീട്ടിട്ടല്ലാതെ കടപ്പാവരുതേ. അളവില്ലാതെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി അധികമായി അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാവരുതേ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാവരുതേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന റേഞ്ച് നോക്കണം. ദീർഘദൂരമാണെങ്കിൽ അല്പം കൂടി ഡിഗ്രി. ഇപ്പോൾ നമ്മളെ വിമാനങ്ങളൊക്കെ പോകുമ്പോൾ അവർ അത് ഹ്രസ്വദൂരമാണെങ്കിൽ അവർ താഴ്ത്തി ആ ഒരു ഡിഗ്രി ഉണ്ടാക്കിയാണ് പറക്കുന്നത്. ദീർഘദൂരമാണെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയാണ് ഡിഗ്രി വെക്കുമ്പോഴാണ് ദീർഘദൂരത്തിന് ലെവലെടുത്ത് പറക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഉടമ്പടിയിൽ നമുക്കൊരു ഡിഗ്രി ഒരു ലക്ഷ്യം ഉണ്ടാകണം. അത് നമ്മളുടെ വീട്, ജോലി, വിവാഹം. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോനയില്ലേ, സോനയുടെ ഹിസ്റ്ററി പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ പ്രശ്നം? സോന എങ്ങനെയാണ് ഉടമ്പടിയിലോട്ട് വരുന്നത്? ഉടമ്പടിയിലോട്ട് അവൾ വന്നതല്ല, അവളെ മാതാവ് കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് വന്നതാണ്.
ചില സമയത്ത് ദുഃഖത്തിൻ്റെ ഒരു കാലം വന്നാലേ നമ്മൾക്ക് അനക്കം ഉണ്ടാകത്തില്ല. പിന്നെ മാതാവ് തന്നെ വന്ന് വരിച്ചുകൊണ്ട് പോകണം നമ്മളാണ്. അങ്ങനൊരു കാലം ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ റോമിലൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ റോമിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ മഞ്ഞ നിറമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഈ വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും, എന്താ കാര്യം? അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ. അടുത്ത മാസം, ഈ മാസം അവസാനമാകുമ്പോൾ ഈ മഞ്ഞ നിറമായ വൃക്ഷങ്ങളെല്ലാം കൊഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നഗ്നമായി നിൽക്കും. പിന്നെ മഞ്ഞുകാലമായി, നവംബറോടുകൂടി മഞ്ഞുകാലമായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുമൊക്കെ കാലഭേദങ്ങളുണ്ടാവും. അവൾക്ക് ഒരു ജോലി ശരിയാവാതെ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇവിടെ വന്ന് 3ാമത്തെ പുതുക്കിൽ വന്നപ്പോൾ അവൾക്ക് സീമയുടെ ഫൈനൽ പരീക്ഷ എഴുതാനായിട്ട് അവളുടെ പരീക്ഷ പേപ്പർ കൊണ്ട് ഇവിടെ വരികയും ചെയ്തു. അച്ഛനെ കാണുന്ന തലയ്ക്ക് പിടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഒരു ഇൻ്റർവ്യൂ ലഭിക്കുകയും അവൾ ആ ജോലിയിൽ പ്രവേശിക്കുകയും ഇപ്പോൾ 6 മാസമായി തുടർന്നു പോകണം. എത്രയും തന്ന അനുഗ്രഹം അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ പറയുന്നു. അതുകൂടാണ്ട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ വരും. എൻ്റെ മകനും കൊണ്ട് അവൻ ഇന്നുവരെ വന്നിട്ടില്ല. അവൻ ഒരു വിദേശത്ത് പോയി ഒരു കേസിൽ പെട്ടുകിടക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞ് ഉടനടി ഞാൻ അവനും കൊണ്ടുവരുന്നതായിരിക്കും. ഇത്രയും തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളും എൻ്റെ ജീവിത പങ്കാളിയും കൂടി എല്ലാ രോഗികളെ കാണാൻ പോവുകയും അകല രോഗികളെ എവിടെയുള്ള വെച്ചാൽ അവിടെയൊക്കെ പോയി ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന മരുന്ന് മേടിക്കാനുള്ള സഹായങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ ഭക്ഷണമുണ്ടാക്കി 3-4 തര കറികളും അതിന് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഞങ്ങൾ വഴിയോരയിലിരിക്കുന്ന എല്ലാ പാവപ്പെട്ട രോഗികൾക്കും ഞങ്ങൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് അരികൾ മേടിച്ച് പച്ചക്കറികളും മേടിച്ച് ഓരോ പാവപ്പെട്ട വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ ഇവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ പേപ്പർ കെട്ടുകൾ മേടിച്ച് ഞങ്ങൾ വലിയ കാട് പ്രദേശങ്ങളിലുള്ളവരൊന്നും പള്ളിയിൽ വരാനോ അറിയാനും ഇടവരില്ല. അവിടേക്ക് കൊണ്ടേ കൊടുക്കും. പള്ളിയിൽ കൊടുക്കും, ആസ്പത്രിയിൽ കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊടുക്കും, വഴിയോരങ്ങളിൽ കൊടുക്കും. അങ്ങനെ ഞാൻ ഒരാളുടെ കയ്യിൽ ഞാൻ പേപ്പർ കൊടുക്കില്ല. എൻ്റെ പേപ്പർ ഞാൻ തന്നെ പ്രാർത്ഥിച്ച് അവരോട് കൊടുക്കും. അവരോട് പറയും, ഇതിൽ സാക്ഷ്യങ്ങളുണ്ട്, ഇത് കേൾക്കുക, നിങ്ങളുടെ എന്താവശ്യമാണോന്ന് ഇത് പ്രാർത്ഥിച്ച അമ്മ മാതാവും ഈശോയും നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് പറയും. പലവരും ഇവിടെ വന്ന് യോഗ എടുക്കാനും ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനായിട്ടും പലരും വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയുണ്ട്. ഇത്രയും പറഞ്ഞ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വപ്ന. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വന്നു. 11/5/2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്നുകൂടെ വരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ അത്രമേൽ വലിയൊരു സാഹചര്യത്തിൽ നിന്നാണ്, വിഷമത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ വീടെന്ന് വെച്ചാൽ നല്ലൊരു ഒത്തൊരുമയിൽ പോകുന്ന ഒരു കുടുംബത്തിലോട്ടാണ് ഞാൻ കെട്ടിക്കയറി ചെന്നത്. അവിടെ ഉണ്ടായ ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 28-29 വർഷമാകുന്നു. അപ്പോൾ ഞാൻ അവിടെ കെട്ടിച്ചേർന്നിട്ട് അത്രയും വർഷം അത്രയും കൂട്ടൊരുമയിൽ പോകുന്ന ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോനുണ്ടായിരുന്നു. അവനാണ് ഞങ്ങളുടെ എല്ലാ സ്വപ്നമെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു പരിപാടി നടത്തിയാൽ അവൻ്റെ ഇതിലാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അതങ്ങനെ ഇരിക്കയിൽ തന്നെ എൻ്റെ മോൾക്കൊരു കല്യാണക്കാര്യം വന്നു. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ 22 വയസ്സ് തൊട്ടേ ഞങ്ങൾ 2 ചെവി അവൾക്ക് കേൾവിക്കുറവ്, ഹിയറിംഗ് എയ്ഡ് മൂലമാണ് അവൾ കേൾക്കുന്നത്. അപ്പം ഞങ്ങളിലുണ്ടായൊരു പ്രതീക്ഷ അവൾ നേരത്തെ തന്നെ കല്യാണം നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറവുള്ളപ്പോഴത്തേക്കും വരുന്ന കല്യാണാലോചനകളൊക്കെ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങളുടെ തെറ്റായ ധാരണയായിരുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സാധിച്ചു തരാവുന്ന ദൈവമാണ്
ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമ്മളൊന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അതെൻ്റെ തെറ്റായ ധാരണ. പക്ഷെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ കല്യാണം ആലോചിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബന്ധം വന്നു ചേർന്നു. കുറേ അന്വേഷിച്ചിട്ടാണ് ഒരു ബന്ധം വന്നു ചേർന്നത്. നല്ല ജോലി, കേന്ദ്ര ഗവൺമെൻറ് ജോലി, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇഷ്ടമായി. ചെക്കൻ നല്ലതായിരുന്നു, പക്ഷെ അമ്മയും 2 സഹോദരികളും ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെ ആയിരുന്നതുകൊണ്ട് സാധാരണ ഈ ഇപ്പോൾ ഉള്ള വിവാഹം എന്നൊക്കെ പറഞ്ഞ ഈ ഫോൺ വിളികളിലൂടെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അവരിലോട്ട് അടുക്കാൻ പറ്റി, അമ്മയും 2 പെങ്ങാന്മാരിലോട്ടും. അപ്പോൾ എന്ത് പറ്റി, പോകെ ഈ ബന്ധം വേണ്ടാന്നുള്ളൊരവസ്ഥയിലോട്ട് മോള് വന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ആ ബന്ധം വന്നു ചേർന്നതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ മോൻ ദന്തിസ്റ്റായിരുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവനൊരു 5 മാസമുള്ളൊരു കുഞ്ഞുമായിട്ടുണ്ടായിരുന്നു. അത്ര സന്തോഷത്തിൽ പോകുമ്പോഴാണ് ഈ കല്യാണക്കാര്യം വന്നു. അതിൻ്റെ ഒപ്പം ഈ മോനൊരു അസുഖം വന്നു. അവനൊരു